الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നോടും ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവം ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് സൂക്ഷിച്ച് ഐഹിക ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ മുത്തഖീങ്ങൾക്ക് വേണ്ടി അവൻ തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ള സ്വർഗീയ ഭവനങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പുരോഗമനത്തിൻ്റെയും സ്വതന്ത്ര ചിന്തയുടെയും ഒക്കെ പേരിൽ ധാർമ്മിക മൂല്യങ്ങളെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ ദിനേനയെന്നോണം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നാം ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാലം ഇത്രയും മനുഷ്യർ മ്ലേച്ഛകരവും അശ്ലീലതയും ഒക്കെയാണ് എന്ന് മനസ്സിലാക്കി പോന്ന അധാർമിക പ്രവർത്തനങ്ങൾ, വൃത്തികെട്ട പ്രവർത്തനങ്ങളൊക്കെ
സമൂഹ മധ്യത്തിൽ നോർമലൈസ് ചെയ്തുകൊണ്ട് ഇതൊന്നും അങ്ങനെ എതിർക്കപ്പെടേണ്ടതല്ല എന്നും ഇതൊന്നും അത്ര വൃത്തികെട്ട ഏർപ്പാടുകളല്ല എന്നും ഇതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുമൊക്കെ പൊതുമധ്യത്തിൽ സമൂഹ മധ്യത്തിൽ അത്തരമൊരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയുന്നു. അതിന് സോഷ്യൽ മീഡിയകളെ ഉപയോഗിക്കുന്നുണ്ട്, ചാനലുകളെ ഉപയോഗിക്കുന്നുണ്ട്, വ്ളോഗുകളും TV ഷോകളും ഉപയോഗിക്കുന്നുണ്ട്, റിയാലിറ്റി ഷോകൾ, പ്രത്യേക അജണ്ടകളോടെ ഇത്തരം പരിപാടികൾ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നടത്തപ്പെടുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ നമുക്കറിയാം. വ്യഭിചാരം അങ്ങേയറ്റം മ്ലേച്ഛകരമാണ് എന്ന് നാം കരുതിപ്പോരുന്നു. അതിനേക്കാൾ മ്ലേച്ഛകരമാണ് സ്വവർഗരതി, ഹോമോസെക്ഷുവാലിറ്റി. ഏറ്റവും വൃത്തികെട്ടതാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കി പോരുന്നു. എന്നാൽ ഇത്തരം അശ്ലീലതകളെ, ഇത്തരം വൃത്തികേടുകളെ, മ്ലേച്ഛമായ പ്രവർത്തനങ്ങളെ എതിർക്കുന്നവർ ഇന്ന് സമൂഹത്തിൽ മോശക്കാരായി മാറുകയാണ്. അവരൊക്കെ പഴഞ്ചരാണ് എന്നും ഇത്തരം അധാർമിക പ്രവർത്തനങ്ങളെ, ഇത്തരം തോന്നിവാസങ്ങളെ അത് പ്രവർത്തിക്കുന്നവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരും ഇതൊക്കെ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്ന് വാദിക്കുന്നവരും അവർ പുരോഗമനവാദികളാണ്. അവർ സ്വതന്ത്ര ചിന്തയുടെ ആളുകളായി മാറുകയാണ്. ഇത്തരം ഏറ്റവും വലിയൊരു വിരോധാഭാസം നമ്മളുടെ നാടുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഇത്തരം വിഷയങ്ങളെ വളരെ ഗൗരവത്തോടുകൂടെ നോക്കിക്കാണേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ധാർമ്മിക മൂല്യങ്ങൾക്ക് വിലമതിക്കുകയും ധാർമ്മിക മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയുമാണ് ഒരു വിശ്വാസി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവന്റെ പാരത്രിക ലോക ജീവിതത്തിന്റെ നിദാനമെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട്. അതിന് എന്താണോ മതം പഠിപ്പിച്ചിട്ടുള്ളത്, എന്താണോ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്, എന്താണോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്, അത് ഫോളോ ചെയ്യുക, അത് പിൻപറ്റുക, ആ രൂപത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി പ്രവർത്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. നമ്മുടെ മനസ്സിനകത്ത് പല ചിന്തകൾ ഉണ്ടാകും, നമ്മുടെ മനസ്സിനകത്ത് പല തോന്നലുകൾ ഉണ്ടാകും. ആ തോന്നലുകൾക്കനുസൃതമായി കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഏത് സമൂഹത്തിലായാലും മനുഷ്യർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് നമുക്കറിയാം. എന്നാൽ മനുഷ്യരുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതത്തിന് ചില അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. ഇന്നതേ മനുഷ്യൻ പ്രവർത്തിക്കാവോ. നമ്മൾക്ക് നാം കൊടുത്ത കാശ് കൊണ്ട് വാങ്ങിച്ച വാഹനം എങ്ങനെയും നമ്മുടെ റോഡിലൂടെ ഓടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. അതിന് ചില ലൈനുകൾ വരച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ സ്പീഡ് കുറയ്ക്കേണ്ടതുണ്ട്. ചില സ്ഥലത്തിലൂടെ ചില റൂട്ടിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഇത്ര വേഗത്തിൽ ഓടിക്കാവൂ. ചില റൂട്ടിലൂടെ ഇത്രയും വേഗത്തിലധികം നിങ്ങൾക്ക് ഓടിച്ചുകൂടാ. ഈ രൂപത്തിൽ ചില നിയന്ത്രണങ്ങൾ നമ്മുടെ ഗവൺമെന്റ് സർക്കാർ തലങ്ങളിൽ നമുക്ക് നൽകുന്നുണ്ട്. അവിടെ നമുക്ക് തോന്നിയതുപോലെ എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓടിക്കുന്നു, എന്റെ വാഹനമല്ലേ, ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ, ശരിയാണ്. പക്ഷെ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം സമൂഹത്തിന്റെ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും അത് അനിവാര്യമാണ്. ഇത്തരം നിയന്ത്രണങ്ങൾ, ഇത്തരം നിയമാവലികൾ അനിവാര്യമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ സമാധാനവും സുരക്ഷിതത്വവും എന്നും നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ തീർച്ചയായും അനിവാര്യമായും പാലിക്കേണ്ട ചില നിയമാവലികളുണ്ട്. അവിടെ മൈ ബോഡി ഈസ് മൈ ചോയ്സ്, എന്റെ ശരീരമാണ്, എന്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും എന്നുള്ളത് അത് എവിടെയും സാധ്യമല്ല. അത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ മറ്റൊരു കാര്യത്തിലും സാധ്യമല്ലാത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരമാവട്ടെ, നമ്മുടെ തോന്നലുകളാവട്ടെ, എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. ഒരാൾ പറയണം ഞാൻ പട്ടിയാണെന്ന് തോന്നുന്നു. പാശ്ചാത്യൻ രാജ്യങ്ങളിൽ പട്ടികളായി ജീവിക്കുന്ന മനുഷ്യരുണ്ട്.
എനിക്ക് ഞാൻ പട്ടിയാണെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് എനിക്ക് പട്ടിയായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നു. ഇതേ രൂപത്തിൽ ഞാനൊരു പെണ്ണാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് പെണ്ണായി ജീവിക്കാൻ. മനുഷ്യന്റെ താടിയും മീശയും ഒക്കെയുള്ള നല്ല ആണത്തമുള്ള അത്തരം മനുഷ്യർ, പൗരുഷമുള്ള മനുഷ്യർ വന്നിട്ട് പറയാൻ എനിക്ക് തോന്നുന്നത് ഞാനൊരു പെണ്ണാണെന്നാണ്. അയാളെ പെണ്ണായിട്ട് ജീവിക്കാൻ അനുവദിക്കണമെന്ന്. അതുപോലെ തന്നെ തീർത്തും സ്ത്രീയായി ജീവിക്കുന്ന ചില മനുഷ്യർ അവർ വന്നിട്ട് പറയുന്നു ഞാൻ പുരുഷനാണെന്ന് തോന്നുന്നു, എനിക്ക് പുരുഷനായിട്ട് ജീവിക്കണം. സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ തോന്നലുകൾ പലതും ഉണ്ടായേക്കാം. പല തോന്നലുകളും മനസ്സിനകത്ത് വന്നേക്കാം. ആ തോന്നലുകളൊക്കെ പ്രവർത്തിക്കാനുള്ള ഇടമല്ല ഇത്. അങ്ങനെ ജീവിക്കുക എന്നുള്ളത് മനുഷ്യന് അസാധ്യമാണ് എന്ന് ആർക്കും അറിയാവുന്ന വിഷയമാണ്. ഇവിടെ ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസി എന്നുള്ള നിലക്ക് മനസ്സിന്റെ തോന്നലുകൾക്കല്ല നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത്. നമ്മുടെ തോന്നലുകൾ മനസ്സിനകത്ത് രൂപപ്പെടുമ്പോഴും എന്റെ റഹ്മാനായ റബ്ബ്, എന്നെ സൃഷ്ടിച്ചവനായ റബ്ബ്, അവന്റെ നിയമാവലികൾ എന്താണ് ഈ വിഷയത്തിൽ, അതാണ് ഞാൻ ആമുഖമായി ഓതിവെച്ച വിശുദ്ധ ഖുർആനിന്റെ നാസിയാത്തിന്റെ 40-41 വചനം. അവൻ അങ്ങനെയാണ്, خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. തീർച്ചയായിട്ടും സ്വർഗം അനന്തരമായി ലഭിക്കുന്നവർ, സ്വർഗം അഭയകേന്ദ്രമായി ലഭിക്കപ്പെടുന്ന വിശ്വാസികൾ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നവർ അവർ ആരാണ്? വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട്. മരണാനന്തരം എനിക്കൊരു ലോകം വരാനുണ്ട്. ആ ലോകത്ത്, ഈ ലോകത്ത് ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും. ആ ബോധ്യത്തോടുകൊണ്ട് തന്റെ ഈ ലോകത്തെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും അള്ളാഹുവിന്റെ നിയമാവലികൾക്കനുസൃതമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കാണ് അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. മനസ്സിൽ തോന്നിയതുപോലെ ജീവിക്കുക എന്നുള്ളതല്ല. ആ തോന്നലുകളൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോഴാണ് ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്. ആ രൂപത്തിലായിത്തീരാനാണ് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വർഗരതിക്ക് എന്താണ് കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും മ്ലേച്ഛകരമെന്ന് ഇസ്ലാം പഠിപ്പിച്ച, ഏറ്റവും മോശത്തരമെന്ന് ഇസ്ലാം പഠിപ്പിച്ച, വ്യഭിചാരത്തെക്കാൾ ഒരു പടി മുന്നിലായിക്കൊണ്ട് ഇസ്ലാം മ്ലേച്ഛകരമാണെന്ന് പഠിപ്പിച്ച സ്വർഗരതി, അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പലപ്പോഴും ചർച്ച നടക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ ഇതിന് അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹത്തിൽ അംഗീകാരമുള്ള പല മനുഷ്യരും, പല സെലിബ്രിറ്റികളും ഇതിനൊക്കെ എന്താ കുഴപ്പം? ഇതത്ര പ്രശ്നമാക്കേണ്ട കാര്യമാണോ? ഇത്തരം പ്രവണതകളെ, പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇങ്ങനെ ആക്ഷേപിക്കേണ്ടതുണ്ടോ? ഇതൊക്കെ നോർമലായ കാര്യമല്ലേ? നോർമലൈസ് ചെയ്യപ്പെടുന്നു പൊതുസമൂഹത്തിൽ. സഹോദരങ്ങളെ, ടിവി ഷോകളിലും റിയാലിറ്റി ഷോകളിലും ഒക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ, അത്തരം ആളുകളെ ഇങ്ങനെ ലെസ്ബിയൻ കപ്പിളായി ജീവിക്കുന്ന പെണ്ണും വിവാഹം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നു, ആണും വിവാഹം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഇതൊന്നും നമ്മുടെ പുതിയ ചെറിയ കുട്ടികൾക്ക് ഈ വിഷയങ്ങളൊന്നും അറിയില്ല. അത്തരം കുട്ടികളുടെ മുമ്പിലേക്ക് ഇത്തരം ടിവി ഷോകളിലൂടെ, റിയാലിറ്റി ഷോകളിലൂടെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് ഇത്തരം തോന്നിവാസങ്ങളെ കൊണ്ടുവരുന്നത് എന്തിനാണ്? കുട്ടികൾ ഇത് കാണുന്നു, കുട്ടികൾക്ക് മനസ്സിലായി ഇതിനെന്താ പ്രശ്നം, ഇതിനെന്താണ് വിഷയം? പാശ്ചാത്യൻ രാഷ്ട്രങ്ങളിൽ ഇത്തരം സംവിധാനങ്ങൾ നടമാടിക്കൊണ്ട് നിയമത്തിന്റെ അനുകൂലനങ്ങൾ ലഭിക്കുന്ന രാഷ്ട്രങ്ങളിൽ 27% കുട്ടികളിൽ അഡോളസൻസിൽ, കൗമാരക്കാരിൽ, ടീനേജ് പ്രായമുള്ളവരിൽ ജെൻഡർ ഡിസ്ഫോറിയ എന്നുള്ള രോഗം പടർന്നു പന്തലിച്ചിട്ടുണ്ട് എന്നാണ്. എന്താണ് ജെൻഡർ ഡിസ്ഫോറിയ? ജെൻഡർ കൺഫ്യൂഷൻ. ജെൻഡർ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആണാണോ അതോ പെണ്ണാണോ എന്നൊരു ആൺകുട്ടിക്ക് തോന്നുക, ഞാൻ പെണ്ണാണോ ആണാണോ എന്നൊരു പെൺകുട്ടിക്ക് സംശയമുണ്ടാകുന്നത്. ശരീരത്തിൽ പൂർണ്ണമായ പെൺ അവയവങ്ങളുള്ള ഒരു പെണ്ണായി ജീവിക്കുന്ന ഒരു കുട്ടിക്ക് മനസ്സിനകത്ത് തോന്നുന്ന കൺഫ്യൂഷൻ, ഇത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഈ നോർമലൈസേഷൻ, ഇത്തരം ജീവിത രീതികൾ കണ്ട് ജീവിക്കുന്ന അത്തരം കുട്ടികൾക്ക് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ലോകത്ത് ഞാൻ സൂചിപ്പിച്ചല്ലോ, പല രൂപത്തിലുള്ള ആളുകളുണ്ട്. നെക്രോഫീലിയ എന്നുള്ള വിഭാഗമുണ്ട്, പീഡോഫീലിയ, ചെറിയ കുട്ടികളോട് ഇത്തരം അഭിനിവേശം തോന്നുന്ന ആളുകളുണ്ട്, ശബരതി നടത്താൻ താല്പര്യമുള്ള ആളുകളുണ്ട്, മൃഗരതിയോട്, മൃഗങ്ങളോട് അഭിനിവേശം തോന്നുന്ന മനുഷ്യരുണ്ട്.
ശരിയാണ്. ഇതൊക്കെ നിയമത്തിന് ഇതൊക്കെ നോർമലൈസ് ചെയ്യണമെന്നാണോ? ഇല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഇതൊക്കെ വൃത്തികെട്ട ഏർപ്പാടാണ് എന്നും, ഇതൊക്കെ അശ്ലീലതയാണ് എന്നും, ഇതൊക്കെ അധാർമിക പ്രവർത്തനങ്ങളാണ്, ഇതൊക്കെ മ്ലേച്ഛതയാണ് എന്നും വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുമ്പോ ഇത് മാനവിക വിരുദ്ധമാണ്, ഇത് പ്രകൃതി വിരുദ്ധമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇതിനെതിരെ പ്രവർത്തിക്കുകയും പ്രചരണങ്ങൾ നടത്തുകയും ബോധവൽക്കരണം നടത്തുകയും നമ്മളാണ് ചെയ്യേണ്ടത്. കാരണം വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സമൂഹത്തെ ഒന്നാകെ ഈ ലോകത്ത് നിന്ന് നശിപ്പിക്കാൻ കാരണമായ ഹീനമായ പ്രവർത്തനം ഈ ഹോമോസെക്ഷ്വാലിറ്റിയാണ്, സ്വവർഗരതിയാണ് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ അൻകബൂത്തിന്റെ 28-ാമത്തെ വചനം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി ഇന്നകും ലതഅതൂനൽ ഫാഹിശത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തിലേക്ക് കടന്നു വരികയാണ്. ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഈ നീചകൃത്യത്തെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം അഡ്രസ് ചെയ്തുകൊണ്ട് അവരോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്നകും ലതഅതൂനൽ ഫാഹിശത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ലോകത്തിന്നേ വരെ ഒരു ജനതയും കൊണ്ടുവരാത്ത, അവരുടെ ജീവിതത്തിലില്ലാത്ത ഏറ്റവും മ്ലേച്ഛകരമായ പ്രവൃത്തിയാണല്ലോ നിങ്ങളിലുള്ളത്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ ബോധവൽക്കരിക്കുകയാണ്, അവരോട് സംസാരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു നംലിൽ കാണാം, അതഅതൂനൽ ഫാഹിശത വഅൻതും തുബ്സിറൂന അഇന്നകും ലതഅതൂനർ റിജാല ശഹവതൻ മിൻ ദൂനിൻ നിസാ ബൽ അൻതും ഖൗമുൻ തജ്ഹലൂൻ. നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ച നിങ്ങളുടെ ജീവിത പങ്കാളികളെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പുരുഷന്മാരെ നിങ്ങൾ സമീപിക്കുന്നത് പുരുഷന്മാരെ തന്നെയാണല്ലോ. നിങ്ങളുടെ കാമപൂർത്തീകരണത്തിന്, വൈകാരിക നിർവൃത്തിക്ക് വേണ്ടി നിങ്ങൾ സമീപിക്കുന്നത് പുരുഷന്മാരെ തന്നെയാണല്ലോ. ബൽ അൻതും ഖൗമുൻ തജ്ഹലൂൻ. എത്ര വിവരം കെട്ട ജനതയാണ് നിങ്ങൾ. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തെ ഉത്ബുദ്ധരാക്കുകയാണ്, അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. സൂറത്തു ശൂറയിൽ കാണാം, അതഅതൂനൽ ദുക്റാന മിനൽ ആലമീന വതദറൂന മാ ഖലഖ ലക്കും റബ്ബുക്കും മിൻ അസ്വാജിക്കും. നിങ്ങൾക്ക് അല്ലാഹു സൃഷ്ടിച്ച മാ ഖലഖ ലക്കും റബ്ബുക്കും മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഇണകളില്ലേ, നിങ്ങളുടെ ജീവിത പങ്കാളികളില്ലേ, അല്ലാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ച ധാർമ്മികമായ വ്യവസ്ഥ ഇതാണ്, പ്രകൃതിപരമായ വ്യവസ്ഥ ഇതാണ്. പുരുഷന് പെണ്ണാണുള്ളത്, സ്ത്രീക്ക് പുരുഷനാണുള്ളത്. അതാണ് പ്രകൃതിപരമായ നിയമം. അതാണ് മനുഷ്യത്വവും മാനവികതയും പ്രകൃതിതത്വമായതും അതാണ് പ്രപഞ്ച റഹ്മാനായ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് നിങ്ങൾക്ക് സംവിധാനിച്ചത്. മാ ഖലഖ ലക്കും റബ്ബുക്കും മിൻ അസ്വാജിക്കും ബൽ അൻതും ഖൗമുൻ ആദൂൻ. നിങ്ങൾ അതിക്രമികളായ മനുഷ്യര് തന്നെയല്ലേ. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ സമീപത്തേക്ക് ചെന്നു. അവരുടെ മറുപടി എന്താ? ഖുർആൻ അതെടുത്തു പറയുന്നുണ്ട്. അവരുടെ മറുപടി വിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫിന്റെ 82-ാമത്തെ വചനം അല്ലാഹു പറയുന്നു, ഇന്ന് ഇത്തരം പ്രവണതകളെ എതിർക്കുന്നവർ അവരാരാണ്? അവരെ ഒറ്റപ്പെടുത്തണം, അവര് മോശക്കാരാണ് അല്ലേ? നോക്കൂ ആ വിഭാഗത്തിന്റെ മറുപടി, വമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലൂ അഖ്രിജൂഹും മിൻ ഖർയതികും ഇന്നഹും ഉനാസുൻ യതതഹറൂൻ. അവർ മറുപടി പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാം, അദ്ദേഹം പറഞ്ഞതിൽ ചില കാര്യമുണ്ട് എന്നല്ല, ഇത് പ്രകൃതി വിരുദ്ധമാണ് എന്നല്ല. അവര് പറഞ്ഞത് അഖ്രിജൂഹും മിൻ ഖർയതികും, ഈ ഗ്രാമത്തിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് ഇവരെ പുറത്താക്കി കളയണം. ലൂത്തിനെയും ലൂത്തിന്റെ കൂടെയുള്ളവരെയും പുറത്താക്കി കളയണം. ഇവരെവിടെ പറ്റൂല. നമ്മളെ ഈ ആചാരം, നമ്മളെ ഈ പ്രവർത്തനം അംഗീകരിക്കാൻ പറ്റാത്ത ലൂത്തോ,
അവനെയും അവന്റെ കുടുംബത്തെയും ഇവിടെ നിന്ന് പുറത്താക്കണം. ഇന്നഹും ഉനാസുൻ യതതഹറൂൻ. നാടൻ ഭാഷയിൽ അതിന് അർത്ഥം പറഞ്ഞാല് ഇവര് വലിയൊരു പരിശുദ്ധിയുള്ള ആൾക്കാർ. ഇന്നഹും ഉനാസുൻ യതതഹറൂൻ. ഇവര് നല്ല പരിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നവരാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളെ ഇടയിൽ ജീവിച്ചിട്ട് അവരെന്താവണ്ട, കേടുവരണ്ട, അവരെ പുറത്താക്കണം. ഇതാണ് ലൂത്തിന്റെ സമുദായത്തെ ഉപദേശിച്ചപ്പം ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധിത സമൂഹം ലൂത്ത് നബിക്ക് മറുപടി കൊടുത്തത്. അവര് വീണ്ടും പറഞ്ഞത് ഇല്ലാ ഖാലു ഇത്തിനാ ബിഅദാബില്ലാഹി ഇൻ കുൻത മിനസ് സാദിഖീൻ. ലൂത്തേ, കൊണ്ടുവാ നിന്റെ റബ്ബിന്റെ ശിക്ഷകൾ ഞങ്ങൾക്ക് കൊണ്ടുവാ, ഞങ്ങളൊന്ന് കാണട്ടെ. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയെ വെല്ലുവിളിക്കുകയാണ്. ലൂത്ത് നബിയെ പുറത്താക്കാൻ വേണ്ടി ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സംസാരമാണ് അവരുടെ സമീപത്തു നിന്നുണ്ടായിരുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമീപത്തേക്ക് ആ വിഭാഗം ആളുകൾ ഓടി വരുന്ന ഒരു രംഗം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴാണത്? ലൂത്ത് നബി ഈ സ്വവർഗരതിക്കാരായ വിഭാഗത്തെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മലക്കുകളെ പറഞ്ഞുവിടുന്നുണ്ട്. സുന്ദരന്മാരായ യുവാക്കളുടെ രൂപത്തിൽ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് അവര് കടന്നു വന്നപ്പോ അവരുടെ സമീപത്തേക്ക് വജാഅഹു ഖൗമുഹു യുഹ്റഊന ഇലൈഹി വമിൻ ഖബ്ലു വകാനൂ യഅമലൂന അസ്സയ്യിആത്ത്. അവര് ഈ സുന്ദരന്മാരായ യുവാക്കളെ കണ്ടപ്പോ ലൂത്ത് നബിയുടെ വീടുകളിലേക്ക് ഈ യുവാക്കളെ സമീപിക്കാൻ വേണ്ടി കടന്നു വന്നു. ഖാല യാ ഖൗമി ഹാഉലാഇ ബനാതി ഹുന്ന അത്ഹറു ലക്കും. ഭയപ്പാടോടുകൂടെ തന്റെ അതിഥികളെ ഇവർ അവിവേകം പ്രവർത്തിക്കുമോ എന്ന പ്രയാസത്തോടുകൂടെ ലൂത്ത് നബി പറയുകയാണ്, ഹാഉലാഇ ബനാതി, ദാ എന്റെ പെൺമക്കൾ ഇവിടെയുണ്ട്, അവരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാമല്ലോ. ഹുന്ന അത്ഹറു ലക്കും, അവരാണ് നിങ്ങൾക്ക് പരിശുദ്ധമായിട്ടുള്ളത്. ഫത്തഖുല്ലാഹ വലാ തുഖ്സൂനി ഫീ ളൈഫി അലൈസ മിൻകും റജുലുൻ റശീദ്. അദ്ദേഹം അവരോട് പറയുകയാണ്, എന്റെ അതിഥികളോട് നിങ്ങൾ അവിവേകം പ്രവർത്തിക്കരുതേ, അവരെ നിങ്ങൾ അപമാനിക്കരുതേ. നിങ്ങൾ ഫത്തഖുല്ലാഹ്, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ. അലൈസ മിൻകും റജുലുൻ റശീദ്, അലൈസ മിൻകും റജുലുൻ റശീദ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു തന്റേടിയായ ധാർമ്മിക ബോധമുള്ള ഒരു മനുഷ്യനില്ലേ, ഒരു മാന്യനായ മനുഷ്യൻ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന് അദ്ദേഹം അവരോട് ചോദിക്കണം. അവരുടെ മറുപടി എന്താ? ഖാലൂ ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക മിൻ ഹഖ്. നിനക്കറിയാലോ ലൂത്തേ, ഞങ്ങൾക്ക് നിന്റെ പെൺമക്കളെ ആവശ്യമില്ല എന്ന് നിനക്കറിയാമല്ലോ. വഇന്നക ലതഅലമു മാ നുരീദ്, ഞങ്ങൾ എന്തിനാണ് വന്നതെന്നും ഞങ്ങളെ ഉദ്ദേശം എന്താണെന്നും നിനക്കറിയാമല്ലോ. ഖാല ലൗ അന്ന ലീ ബികും ഖുവ്വതൻ ഔ ആബി ഇലാ റുക്നിൻ ശദീദ്. എനിക്ക് നിങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ശക്തിയിലേക്ക് അഭയം നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ പ്രതിരോധിക്കുമായിരുന്നു എന്ന് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു. സഹോദരങ്ങളെ, ആ സമുദായത്തെ, പല സമുദായത്തെയും അല്ലാഹ് നശിപ്പിച്ചിട്ടുണ്ട്, പല രൂപത്തിൽ അല്ലാഹ് നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സമുദായത്തെ നശിപ്പിച്ചത് 4 രൂപത്തിലാണ്. 4 രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു കളഞ്ഞു. അതിഘോരമായ ചരൽക്കല്ല് അവർക്ക് വർഷിപ്പിച്ചു, അവരുടെ മേൽ വർഷിപ്പിച്ചു. അതേ രൂപത്തിൽ അവരുടെ കണ്ണിന്റെ കാഴ്ച ശക്തി അല്ലാഹു എടുത്തു കളഞ്ഞു. ഘോരമായ ഒരു ശബ്ദം മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചു. അതുപോലെ തന്നെ അവരുടെ നാടിനെ കീഴ്മേൽ മറച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു. ഖുർആൻ അതൊക്കെ ഓരോന്നോരോന്ന് എടുത്തു പറയുന്നു. ഫലമ്മാ ജാഅ അംറുനാ ജഅൽനാ ആലിയഹാ സാഫിലഹാ. അടിമേൽ മറിച്ചുകൊണ്ട് അവരെ നാം ശിക്ഷിച്ചു. അവരുടെ കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുത്തി. ഇങ്ങനെ ഓരോന്നും വിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഇത് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നുണ്ട്, വലഖദ് തറക്നാ മിൻഹാ ആയതൻ ബയ്യിനതൻ ലിഖൗമിൻ യഅഖിലൂൻ. ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായി അല്ലാഹു അതിൽ പല ദൃഷ്ടാന്തങ്ങളും അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്നും ജോർദാനിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡെഡ് സീ എന്നറിയപ്പെടുന്ന, ചാവുകടൽ എന്നറിയപ്പെടുന്ന പ്രദേശമായിരുന്നു അത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സദൂം ജനത ജീവിച്ചിരുന്ന ആ ഒരു പ്രദേശം.
അവർ ശിക്ഷിക്കപ്പെട്ട ആ ഒരു പ്രദേശം, ഇത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന അഖ്ബഫ മാ അഖാഫു അലാ ഉമ്മത്തി അമലു ഖൗമി ലൂത്ത്. ഈ ലൂത്തിന്റെ വിഭാഗമുണ്ടല്ലോ, ലൂത്തിന്റെ സമുദായം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായം, അവരുടെ പ്രവർത്തനം നിങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങേയറ്റം അശ്ലീലകരമായ പ്രവർത്തനമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൽഊനുൻ മൻ അമില ബിഅമലി ഖൗമി ലൂത്ത്. ലൂത്ത് നബിയുടെ ആ പ്രവർത്തനം ചെയ്യുന്ന വിഭാഗം, ആ ലൂത്ത് നബിയുടെ സമുദായം പ്രവർത്തിച്ച ആ പ്രവർത്തനം, ആ സ്വവർഗരതി, അത് ജീവിതത്തിലുള്ള വിഭാഗം അവർ ശപിക്കപ്പെടട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞത്, മൻ വജത്തുമു, നിങ്ങൾ കണ്ടാൽ യഅമലു അമല ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഭാഗം പ്രവർത്തിച്ച ഈ സ്വവർഗരതി, അത് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾ കണ്ടാൽ ഫഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബിഹി, അത് പ്രവർത്തിച്ചവരെയും അത് പ്രവർത്തിക്കപ്പെട്ടവരെയും രണ്ടാളുകളെയും കൊന്നുകളയണമെന്ന്. ഇസ്ലാമിക ഭരണമുള്ളിടത്ത് ഇസ്ലാമിക ഭരണാധികാരികൾ നിർവഹിക്കേണ്ടതാണ്. ഇതാണ് അത്രത്തോളം മ്ലേച്ഛമായ പ്രവർത്തനമാണ് ഇത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് ചോയ്സും സ്വാതന്ത്ര്യത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇത്തരം തോന്നിവാസങ്ങളെ നോർമലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിലാണ് അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത് എന്നും തിന്മകൾ വ്യാപിക്കുന്നത് എന്നും അസമാധാനം ഉടലെടുക്കുന്നത് എന്നും ഇത് മ്ലേച്ഛമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതിന് ചെയ്യേണ്ടത് ബോധവൽക്കരണമാണ്. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികൾക്കിടയിൽ, പുതുതലമുറകൾക്കിടയിൽ ഇത്തരം വിവരങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കണം. അവരെ കൊടുക്കേണ്ട ധാർമ്മികമായ മതകീയമായ വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം. പലപ്പോഴും മതപഠന ക്ലാസ്സുകൾക്കൊക്കെ പങ്കെടുക്കുന്നത് നമ്മൾ മാത്രമാണ്. നമ്മുടെ മക്കളെ സുരക്ഷിതമായി വീട്ടിലിരുത്തിയിട്ടാണ് നമ്മൾ വരുന്നത്. അതൊക്കെ അവസാനിപ്പിക്കാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നും ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ഇനിയും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ വിരലി കടിക്കുന്ന ദിനങ്ങൾ അതിവിദൂരമല്ല എന്ന കൃത്യമായ കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവേകത്തോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മാനവികതയുടെ, ധാർമ്മികതയുടെ സർവമാന അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ചുകൊണ്ട് സയനിസ്റ്റ് ലോബികൾ ഫലസ്തീനിന്റെ മണ്ണിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കേവലം ഒരു അക്രമം, യുദ്ധം എന്നതിനൊക്കെ അപ്പുറത്ത് പൂർണ്ണമായും വംശീയമായി ഉന്മൂലനം ചെയ്യാനുള്ള പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും നാം കാണുന്നതിലും അറിയുന്നതിലും ഒക്കെ ഭീതിജനകമാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം. ഭക്ഷണമില്ലാത്ത, വെള്ളം ലഭിക്കാത്ത, വൈദ്യുതിയില്ലാത്ത, ഒരു മനുഷ്യന് ജീവിക്കാനുള്ള ഒന്നും ലഭിക്കാത്ത ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ പാവപ്പെട്ട സഹോദരീ സഹോദരങ്ങൾ പലസ്തീനിലൂടെ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും ഒക്കെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫിർഔനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്. തൗഹീദിന്റെ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് സുരക്ഷിതത്വം നൽകുകയും അദ്ദേഹത്തിനെ അതിക്രമിച്ച വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ജനവിഭാഗങ്ങളെ അല്ലാഹു നശിപ്പിച്ച ചരിത്രം നമുക്കറിയാം. ആ റബ്ബിൽ തന്നെയാണ് നമുക്കും പ്രതീക്ഷയുള്ളത്. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി റബ്ബിനോടുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അവർക്ക് സമാധാനമുള്ള ഒരു ജീവിതം ഉണ്ടാവാനും
സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു അവസ്ഥ അവരിൽ ഉണ്ടാവാനും ഒക്കെ നിത്യമായ പ്രാർത്ഥന വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവണമെന്നാണ് ഓർമ്മപ്പെടുത്താറുള്ളത്. ആ പ്രാർത്ഥന നാം മറന്നു പോകരുത്. അവിടുത്തെ അവസ്ഥകളൊന്നും കൂടുതൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതില്ല. നമ്മൾ ഓരോരുത്തരും ആ വിഷയത്തിൽ ബോധവാന്മാരാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം നമ്മുടെ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകളിലും മറ്റ് സന്ദർഭങ്ങളിലുള്ള പ്രാർത്ഥനകളിലുമൊക്കെ നമ്മുടെ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓർക്കണമെന്ന് എല്ലാ സഹോദരങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.